എടാ ഒരു കൂളെടുക്കട്ടെ, മനസ്സിലായില്ല? ചുണ്ടിൻ്റെ ഇടയിൽ വയ്ക്കുന്ന തലങ്ങണ പോലത്തെ സാധനമല്ലേ, ഒരെണ്ണം എടുക്കട്ടെ. അതാകുമ്പോൾ കുഴപ്പമില്ല, കയ്യിൽ നിന്ന് പോലീസ് പിടിച്ചാലും സീനില്ലല്ലോ. കഞ്ചാവല്ല എടാ, കഞ്ചാവൊക്കെ ഉപയോഗിക്കുന്നേക്കാളും വലിയ വലിയ അസുഖങ്ങളാടാ ഇതൊക്കെ വെച്ചുണ്ടാകുന്നേ. എന്തൊക്കെയാണെന്നറിയോ ഇതിൻ്റെയൊക്കെ ഗുണമില്ലേ? എന്താണെന്നറിയോ? ഭയങ്കരമായിട്ട് ക്ഷീണം ഉണ്ടാവും. ക്ഷീണം മാറ്റാൻ നീയൊക്കെ വയ്ക്കുന്ന സാധനമല്ലേ. സെക്ഷുവലി താല്പര്യമില്ലായ്മ, മനസ്സിലായേ? അത് കല്യാണം കഴിഞ്ഞില്ല എന്നുള്ളത് വേറെ കേസ്. പിന്നെന്താണെന്നറിയോ? ഓറൽ ക്യാൻസർ. ചുണ്ടിനകത്ത് തൊലിയൊക്കെ പൊട്ടിയിട്ട് ഇതുവഴി ക്യാൻസർ ഉണ്ടായിട്ട് അവസാനം സ്റ്റിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയില്ലേ, ഇതെല്ലാം അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട്? നല്ല നല്ല ഉപയോഗങ്ങളാണ്. എടാ ഇതൊക്കെ പോയി പൈസ കൊടുത്ത് മേടിച്ച് നീയൊക്കെ വെക്കുമ്പോൾ അവർക്കത് ബിസിനസ്സാണ്. 10 രൂപ കിട്ടുന്ന സാധനം 100-നോ 150-നോ തരുന്നത് നിങ്ങൾ ചിലവാക്കുന്നതല്ല. നിൻ്റെ ഒരു ദിവസത്തെ 500 ശമ്പളത്തിൽ നിന്നാണ് നീ ഈ 150 രൂപ ചിലവാക്കുന്നതെന്നുള്ള കാര്യം നീ മറന്നു പോരുത്. നീ കള്ള് മേടിച്ച് കുടിക്കുന്നതോ കഞ്ചാവ് വലിക്കുന്നതോ നല്ലതെന്നല്ല ഞാൻ പറയുന്നത്. അതിനൊപ്പം നിങ്ങൾ ഈ സാധനം, ഞാൻ മെയിനായിട്ട് സംസാരിക്കുമെന്ന കാര്യം എന്നറിയാമോ? ഈ പെട്ടിക്കടകളിലും ഈ പലചരക്ക് കടകളിലും ഈ സാധനം ചവറ് പോലെ കിട്ടുന്നതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. ഈ പിടിച്ചുകൊണ്ട് പോണവന്മാർ രാവിലെ കൊണ്ടുപോകും, പത്രത്തിൽ വരും, ടി വിയിൽ വരും. പക്ഷേ പിറ്റേ ദിവസം നേരെ നിൽക്കുമ്പോൾ ഒരു പെറ്റി കേസ് പോലും കിട്ടിയെന്നുള്ള ഒരു മൈൻഡ് പോലും ഇല്ല, അല്ലെങ്കിൽ ആ ഒരു ലാഘവത്തിൽ പോലും നാട്ടുകാർ പോലും കാണുന്നില്ല എന്നുള്ളതാണ്. പിറ്റേ ദിവസം വീണ്ടും ഇതേപോലെ വണ്ടിയിൽ വരുന്നു, കറങ്ങുന്നു, അവരെ വീട് റിനോവേഷൻ ചെയ്യുന്നുണ്ട്, കാര്യങ്ങളുണ്ട്, വലിയ വലിയ വണ്ടികൾ എടുക്കുന്നുണ്ട്. എടാ അവർക്കത് ബിസിനസ്സാണ്. നിൻ്റെ ആരോഗ്യം, നിൻ്റെ മാനസികാവസ്ഥ, അത് എങ്ങനെ ആയാലും ഏത് രീതിയിലായാലും അത് അവരെ സംബന്ധിച്ച് അവർക്കത് വിഷയമേ അല്ല. എന്തിനാടാ ഇങ്ങനെയൊക്കെ വല്ലതൊക്കെ ആയിപ്പോയാൽ എന്തെങ്കിലും ഒരു സംഭവിച്ച് ആരോടും ഇതിൻ്റെ പുറകെ? നിൻ്റെയൊക്കെ വീട്ടുകാർ വേണ്ടേ ഓടാൻ? അതേ ഈ കടക്കാരൻ വരുമോ? ഇല്ലല്ലോ. ഇത് ഈ അടുക്കളപ്പുറത്ത് വെച്ച് കച്ചവടം ചെയ്യുന്ന കടക്കാരനില്ലേ, അവരോടാണ് കേട്ടോ. നിങ്ങൾ ഈ കച്ചവടം ചെയ്യുന്ന സാധനമില്ലേ, നിങ്ങളെ മക്കൾ ഉപയോഗിക്കുന്നില്ലേ? എത്ര പേർക്ക് അതിനെക്കുറിച്ച് ആലോചന ഉണ്ട്? നിങ്ങൾ ആരെങ്കിലും ആലോചിക്കാറുണ്ടോ? ഇടയ്ക്കൊക്കെ ഒന്ന് ആലോചിക്കണം. എല്ലാവരും മുറ്റത്തും പന്തൽ വരുമെന്ന് പറഞ്ഞൊരു സംഭവമില്ലേ, അത് കല്യാണത്തിനായാലും മരണത്തിനായാലും വരുന്ന പന്തൽ തന്നെയാണ്. മറക്കണ്ട കേട്ടോ.